ഗൂഗിൾ സമയം 5 മണി കഴിഞ്ഞു. എപ്പോഴത്തേക്ക് സംസ്കാരം നടത്താൻ കഴിയുമെന്നാണ്. കാരണം ആളുകളുടെ ഒരു ഒഴുക്കുണ്ട് അല്ലേ? എല്ലാവർക്കും അവസാനമായി ഒന്ന് കാണാനുള്ള അവസരം കൊടുക്കണം അല്ലേ? അതായത് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുമൊക്കെ, അതായത് ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അതായത് സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോൾ ഹഡിൽസിലൊക്കെ ചാമ്പ്യനാണ്. അപ്പോൾ ഹഡിൽസ് ഒക്കെ ചെയ്യുന്നതും അല്ലെങ്കിൽ സ്പോർട്സുമായി കായികവുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി സുഹൃത്തുക്കളും കോച്ചും ഒക്കെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. 2017-18 മഹാരാഷ്ട്രയിൽ നടന്ന 80 മീറ്റർ ഹഡിൽസിൽ നാഷണൽ ലെവലിൽ തന്നെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീദീപ് പങ്കെടുത്തിരുന്നു. 10 മീറ്റർ എയർ പിസ്റ്റൽ, അതായത് ഒരു പിസ്റ്റൽ ഷൂട്ടർ കൂടിയാണ്. സൗത്ത് സോണിലും കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത ഒരാൾ കൂടിയാണ് ശ്രീദീപ്. അപ്പോൾ അദ്ദേഹത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് വളരെയധികം സൗഹൃദങ്ങൾ ശ്രീദീപിന് പാലക്കാടുണ്ട്. അപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ തന്നെ ഒന്ന് അവസാനമായിട്ട് തങ്ങളുടെ സുഹൃത്തിനെ ഒരു നോക്കി കാണാനായി എത്തിയിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ സ്വാഭാവികമായി തന്നെ വലിയൊരു അപകടമാണല്ലോ. അപ്പോൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികൾ അവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവസാനമായി ശ്രീദീപിനൊന്ന് ഒരു നോക്കി കാണാനായി ഈ നാടാകെ തന്നെ ഇവിടേക്ക് ഈ വൈകുന്നേരം ഈ സമയത്ത് ഇവിടേക്ക് എത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാരണം ഇതിനെയൊക്കെ വളരെ പെട്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ശ്രീദീപ് ഇതിലൊരാളായി ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് ഈ കോഴ്സിലെ 55 ദിവസം മുൻപ് വണ്ടാനത്തേക്ക് പോയി. അതും രണ്ടാമത്തെ അറ്റംപ്റ്റിൽ തന്നെ ഉയർന്ന റാങ്കോട് കൂടി മെറിറ്റിൽ ലഭിച്ചു എന്നുള്ളതാണ്. ഒരു കായിക താരമാണെങ്കിൽ കൂടി സ്പോർട്സ് കോട്ടയിലല്ല MBBS ശ്രീദീപിന് അഡ്മിഷൻ കിട്ടുന്നത്. അദ്ദേഹം മെറിറ്റിൽ തന്നെ ഇത്തരത്തിൽ MBBS അഡ്മിഷൻ കിട്ടി. പഠനത്തിലും അതേ മികവ്, കായിക രംഗത്ത് പുലർത്തുന്ന അതേ മികവ് പഠനത്തിൽ പുലർത്തി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠനത്തിലായാലും കായിക രംഗത്തായാലും ഒക്കെ ആയിട്ട് ആക്റ്റീവായ ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഈ അത്രമാത്രം ഈ നാട്ടിലെ പലരുമായി അദ്ദേഹത്തിന് വളരെ അടുപ്പമുണ്ട്. അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ് ശ്രീദീപ്. അപ്പോൾ സ്വാഭാവികമായും ഇവർക്കൊക്കെ അവസാനമായിട്ട് നോക്ക് കാണാനായുള്ള ആഗ്രഹമുണ്ടോ. അങ്ങനെ നിരവധി പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല തിരക്കാണ്. ശ്രീദീപിന്റെ വീടിന് മുന്നിൽ വലിയ തിരക്ക് തന്നെ. നിരവധി പേർ പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ, പാലക്കാട് ജില്ലയിലേക്ക് തന്നെ വിവിധ ഭാഗങ്ങളിലെത്തിയ വലിയ സൗഹൃദ സുഹൃത്തുക്കൾ, നാട്ടുകാർ, ബന്ധുക്കൾ, അങ്ങനെ നിരവധി പേർ എത്തി. ഇവിടെ നിരവധി പേർ അദ്ദേഹത്തിന് അർപ്പിക്കാൻ എത്തിയെന്ന് തന്നെ പറയാം. എല്ലാവരുടെയും മുഖത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കലങ്ങിയ കണ്ണുകളോടെയാണ് അവർ ശ്രീദീപിനെ കണ്ടു മടങ്ങുന്നത്. കാരണം അത്രമാത്രം പോസിറ്റീവായി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിതത്തെ കണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരുപാട് സ്വപ്നങ്ങൾ ശ്രീദീപിനുണ്ടായിരുന്നു. കായിക രംഗത്തായാലും MBBS പഠന രംഗത്തായാലും അങ്ങനെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീദീപിനെ അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പല സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് ശ്രീദീപ് ഇവിടെ നിന്ന് യാത്രയാകുന്നത്. അവസാനമായ ചെറുപ്പക്കാരനെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തുകയാണ് ഈ നാടാകെ ഈ വീടിന് മുന്നിലേക്ക്.